ഇന്ന് കേരളമൊക്കെ വിട്ട് നോർത്തിലോട്ട് പോവാ. എങ്ങോട്ടാണെന്നല്ലേ? നീലാകാശം പച്ചക്കട ജോന്ന് സിനിമ കണ്ടിറക്കാണെങ്കിൽ മനസ്സിലായിക്കാണ് എവിടെയാണ്. നാഗാലാൻഡ്. വർഷത്തിൽ ഒരിക്കലും മാത്രം നടക്കുന്ന ഒരു ഫെസ്റ്റ് ഉണ്ട് അവിടെ, ഹോൺബിൽ ഫെസ്റ്റ്. അങ്ങോട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ഹേ ഗായ്സ്, ദിസ് ഈസ് യു ഹായ് മുബാറക്. വെൽക്കം ടു നാഗാലാൻഡ് സീരീസ് പാർട്ട് 1. പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മൾ കയറുന്നത്. രണ്ട് സുന്ദരിയായ കുട്ടികൾ കാണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരിക്കും കയറി പോകുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയത് ആരാ? സുജാത ആൻഡ് വിക്ടോറിയ ചേച്ചി. രണ്ടുപേര് 60-65 വയസ്സുള്ള രണ്ട് ചേച്ചിമാരെയാണ് എനിക്ക് കിട്ടിപ്പോയത്. ചേച്ചിമാരെ കുറ്റം പറയാൻ പറ്റില്ല. 2.5 ദിവസത്തെ ഫുഡാണ് ചേച്ചിമാരെ എനിക്ക് വേണ്ടി കൊണ്ടു തന്നത്. എന്ന് വെച്ചാൽ ചേച്ചിയായിരുന്നു എന്റെ അന്നത്തെ ദൈവം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പല്ല് വെക്കാൻ പോയി. അത് കഴിഞ്ഞാണ് ഞാൻ അവരെ കാണുന്നത്. ആരെയാ? ട്രെയിൻ ഹോസ്റ്റേഴ്സ്. അങ്ങനെ അവരെ കണ്ട് പല പല സൈസ് സുന്ദരികളെ കണ്ട്. പക്ഷെ അവർക്ക് 20 രൂപ കൊടുത്തെങ്കിൽ അവർ പൊക്കി കാണിക്കും. അടുത്ത കമ്പാർട്ട്മെന്റ് ചുമ്മാ ഒന്ന് പോയത്. അപ്പഴേ കുറച്ച് മലയാളികളെ കിട്ടി. അവര് ഫുഡ് കഴിക്കുന്നു. ഞാൻ ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് ഫുഡ് തന്നു. ആഫിയത്ത് നീർക്കാസും കൊടുക്കണേ അല്ല ഇവർക്കൊക്കെ. പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവരെല്ലാം നാഗാലാൻഡിലോട്ടായിരുന്നു. നമ്മളെല്ലാം ഒരു പാക്കേജ് എടുത്താണ് പോയത്. എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് പോകുന്നത്. അത് മാപ്പ് ഓഫ് കാട്ടാളിന്റെ കൂടെ. ട്രെയിനിൽ ടൈം പോകുന്നതേ അറിയില്ല. കുറെ ഊക്കും കേട്ട് കുറെ ഗെയിമും കളിച്ച് അങ്ങനെ ഒരുപാട് ഒരു കോളേജ് ട്രിപ്പ് പോകുന്ന ഒരു വൈബായിരുന്നു മോനെ അന്ന് എനിക്ക് കിട്ടിയത്. ഓള് പ്രാക്ടീസ് ചെയ്യുക, പൈസ തേതോ അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുക. ഇന്ന് 1000 രൂപ ഉണ്ടാക്കും അവളൊന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രെയിനിൽ വെച്ച് എനിക്ക് ഹലാക്കിന്റെ ഒരു ക്രഷ് അടിച്ചു. ഓൾറെഡി ഐ ലവ് യു എന്ന് പറഞ്ഞു. ഓൾറെഡി ഐ ലവ് യു ടു ഹിന്ദി പറഞ്ഞു. ബോസിന് പോലെ അച്ചായത്. ആളെ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ എല്ലാവർക്കും. ഓക്കെ നാഷിന്റെ തറവാട്ടി എന്നെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. അവൻ ബാ അതിനെന്താ ബാ എന്ന് പറഞ്ഞാണ്ട് എന്നെ കൊണ്ടുപോകും ഓക്കെ നാഷിന്റെ അങ്ങോട്ട്. അവന്റെ പുതിയ തൊട്ടില ചൈനയിൽ നിന്നൊക്കെ ഇറക്കിയതെന്നാ പറഞ്ഞു. എന്തായാലും ട്രൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അവൻ മച്ചാൻ പറഞ്ഞു കയറി കിടന്നോ, നീ ഇവിടെ കിടക്കുന്നേ കിടന്നോളാനും പറഞ്ഞു. എന്തായാലും ട്രൈ ചെയ്യാൻ പോവുക. തൊട്ടിൽ എന്ന് വെച്ചാൽ അടിപൊളി AC കിട്ടുന്നതിനെക്കാട്ട് സുഖം ഇതിനകത്ത് കിടക്കാൻ. നമ്മൾ ലോക്കൽസിന്റെ പൾസർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ജനറലിൽ സഞ്ചരിക്കണം. ജനറലിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇറക്കിയത്. 9:30 ഗുവാഹത്തിയിൽ എത്തേണ്ടതായിരുന്നു. ഇപ്പം തന്നെ 4 മണി. രാവിലെ 9 മണിക്ക് എത്തേണ്ട സ്ഥലത്ത് 4 മണിക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ബാക്കി നാളെ കാണാം വ്ലോഗ്. അപ്പൊ ഓക്കേട്ടാ, ബൈ ബൈ.